أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഞാൻ പോയതിനെക്കുറിച്ചോ അതിൻ്റെ മഹിമയെക്കുറിച്ചോ അല്ല, മറിച്ച് അവിടെ പോയതിൻ്റെ ഇനി പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാവർക്കുമുള്ള ഒരു എല്ലാവർക്കുമുള്ള ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു ഉത്സാഹം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ചിട്ടും നമ്മുടെ ഇസ്ലാമികമായ ചില കാര്യങ്ങൾ തന്നെയാണ്. മറ്റൊന്നുമല്ല പറഞ്ഞു വരുന്നത്, ഉംറയ്ക്ക് പോയതിനെക്കുറിച്ച് ആണ്. പലപ്പോഴും പല ആൾക്കാരും പറഞ്ഞു കേൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വയതുകളിലും മറ്റും മതപ്രസംഗങ്ങളിലൊക്കെ ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. ഉംറയെക്കുറിച്ചൊക്കെ കേട്ടറിവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ പോയപ്പോഴാണ് അതിൻ്റെയൊക്കെ പ്രാധാന്യത്തെക്കുറിച്ചും ഇതുവരെ നമ്മളിവിടെ വന്നില്ലല്ലോ എന്ന ഒരു ദുഃഖത്തെക്കുറിച്ചുമൊക്കെ നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പോയതിനെക്കുറിച്ചൊന്നും മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, മറിച്ച് ആ പോയതിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് തന്നെ നിങ്ങളോടൊക്കെ പറയുകയാണ്, ഇതുവരെ പോകാത്തവരൊക്കെ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ലോകത്ത് എവിടെ തന്നെ നമ്മൾ പോയിട്ടില്ലെങ്കിലും ആ ഒരു ഉംറ മക്കത്ത് മദീനത്ത് പോയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിന് തന്നെ അർത്ഥമില്ല എന്നാണ് എനിക്ക് അവിടെയൊക്കെ പോയപ്പോൾ മനസ്സിലായത്. ഒരുപാട് പൈസയൊക്കെ നമ്മൾ എല്ലാത്തിനും വേണ്ടി ചിലവാക്കുന്നു, എന്നാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ മനസ്സങ്ങോട്ട് എത്തുന്നില്ല എന്നതാണ് പ്രധാനം. പലപ്പോഴും നാട്ടിൽ ജീവിക്കുന്നവരും ഗൾഫിൽ ജീവിക്കുന്നവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും പോകാൻ സാധിക്കും. ഗൾഫിലുള്ളവർ മാസം തന്നെ എന്തെങ്കിലും ഒരു പൈസ അവിടെ അതിനുവേണ്ടി കരുതി വെച്ചാൽ 5-10 മാസങ്ങൾ കൊണ്ട് പോയി വരാനുള്ള പൈസ മാത്രമേ അതിന് ചിലവാകൂ എന്നുള്ളതാണ് കാര്യം. അതേപോലെ തന്നെ നാട്ടിലൊക്കെ ജോലിയുള്ളവരും ബിസിനസ്സൊക്കെ ഉള്ളവർ തന്നെയും പോകണമെന്ന ഒരു മനസ്സ് വെച്ചുകൊണ്ട് മാസമൊക്കെ ചെറിയൊരു പൈസ അതിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പോകാൻ നോക്കുക എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിങ്ങളോടൊക്കെ പറയാനുള്ളത്. കാരണം അവിടെ പോയാൽ മാത്രമേ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് അതൊക്കെ മനസ്സിലാവൂ. കാരണം മക്ക ആദ്യമായിട്ട് നമ്മളൊക്കെ 5 നേരം സുജൂദ് ചെയ്യുന്ന കഅബയെ കാണുന്ന ആ സമയത്തുണ്ടാകുന്ന ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു അനുഭവങ്ങളൊക്കെ അറിയാനും, അതുപോലെ നമ്മൾ സുജൂദൊക്കെ ചെയ്യുന്ന ഒരു കഅബയെ, നമ്മുടെ ഖിബലയെ നമ്മൾ ഡയറക്റ്റ് കാണുക എന്നുള്ളതൊക്കെ വളരെയേറെ മഹത്വമുള്ളതാണ്. അതേപോലെ തന്നെ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ശരീഫും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ടുള്ളതും സഞ്ചരിച്ചിട്ടുള്ളതുമായ ഒരുപാട് ചരിത്ര പ്രധാന സ്ഥലങ്ങളൊക്കെ നമുക്ക് സന്ദർശിക്കാനും അവിടെയൊക്കെ പോയി സ്പർശിക്കാനൊക്കെയുള്ള അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകും അവിടെ ഈ ഒരു ഉംറയ്ക്ക് യാത്രയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ. ഖുർആനൊക്കെ അവതരിപ്പിച്ച ജബൽ നൂർ പർവ്വതം അവിടെ എത്തിപ്പെടുക എന്നുള്ളത് വളരെയേറെ സന്തോഷവും മഹത്വമുള്ളതാണ്. പലപ്പോഴും പല ആൾക്കാരും വിചാരിക്കും കുറച്ച് അങ്ങോട്ട് എത്തട്ടെ, കുറച്ച് സമയമാകട്ടെ, അല്ലെങ്കിൽ 50 വയസ്സ് കഴിയട്ടെ, അല്ലെങ്കിൽ 40 വയസ്സ് കഴിയട്ടെ എന്നിട്ടൊക്കെ പോകാമെന്ന്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഈ ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് ഒരു ഗ്യാരണ്ടിയും തന്നെ ഇല്ല. ഇപ്പം നാളെ തന്നെ നമ്മൾ ജീവിക്കും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് തന്നെ പോകാനൊക്കെ പറ്റുന്നവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തിപ്പെടുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ജബൽ പർവ്വതത്തിലൊക്കെ എത്തണമെങ്കിൽ തന്നെ നമുക്കറിയാം ഏകദേശം 1 മണിക്കൂർ എടുത്തിരുന്നത് അതിൻ്റെ മുകളിലെത്താൻ വേണ്ടിയിട്ട്. അത്രയും വലിയ ഉയരത്തിലുള്ള ഒരു പർവ്വതമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവത്തെ കിട്ടാൻ വേണ്ടിയൊക്കെ നമുക്ക് അറിയാം. അവിടെ പോയി അതിൻ്റെ ചെറിയൊരു ഗുഹയാണത്. അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 2 പേർക്ക് നമസ്കരിക്കാനുള്ള നമസ്കരിക്കാനുള്ള ഒരു ഹൈറ്റായിട്ടുള്ള ഒരു ഉയർന്നിട്ടുള്ളൊരു സ്ഥലം. 2 പേർക്ക് നിന്ന് കഴിഞ്ഞാൽ അത് തട്ടില്ല. 2 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ നിസ്കരിക്കാനുള്ള ഒരു ചെറിയൊരു സ്ഥലം അത്രയേ അവിടെ ഉള്ളൂ. അവിടെയാണ് നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നതും ജിബ്രീലൊക്കെ വന്ന് അവതരിച്ചത്. അവിടെ പോകുന്നവരൊക്കെ അവിടുന്ന് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിക്കുന്നുണ്ട്. അവിടെ എത്തിപ്പെട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുവാൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മളൊന്ന് 2 നിസ്കരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെയേറെ മഹത്വവും അനുഭവമുള്ളതാണ്. പക്ഷേ പ്രായമായി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. കാരണം എനിക്ക് തന്നെ ശരിക്കും ക്ഷീണം പിടിക്കുക. അത്രയും വളരെ ഉയരത്തിൽ ഒരുപാട് നടന്ന് കയറ്റം കയറി അത്രയും വലിയ
കുന്നിൻ മുകളിലാണ്, മലയ്ക്ക് മുകളിലാണ് ആ ഒരു സ്ഥലം എത്തിപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രായമൊക്കെ കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ആവില്ല, താഴെ നിന്ന് നമുക്ക് നോക്കാനേ പറ്റൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രായം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാമെന്ന് ആലോചിക്കാതെ എല്ലാവരും തന്നെ ഒരു ഉംറയ്ക്ക് വേണ്ടി പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ മദീനയിലൊക്കെ എത്തിപ്പെട്ടാലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്കൊക്കെ പോയാൽ തന്നെ അനുഭവിച്ചാൽ അറിയാൻ പറ്റൂ. റൗള ഷരീഫിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് നിസ്കരിച്ചതിൻ്റെ കൂലി കിട്ടുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ഷരീഫിൻ്റെ അടുത്ത് നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ഒരു അവസരമൊക്കെ എല്ലാവർക്കും അവിടെ കിട്ടും. അപ്പം അങ്ങനെ ഒരുപാട് സംഗതികൾ എൻ്റെ പറഞ്ഞാൽ തീരില്ല. ഏതായാലും നിങ്ങളൊക്കെ എൻ്റെ അഭിപ്രായം കേട്ടിട്ടോ അല്ല എൻ്റെ ഒരു ഇത് കേട്ടിട്ടോ അല്ല ഞാൻ പറയുന്നത്, പോയതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ആരും തന്നെ ഇത് വൈകിക്ക് വെക്കരുത്. കാരണം നമുക്കൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതാണ്. നമുക്ക് കാലാകാലങ്ങളല്ല, എത്ര വർഷം വരെ ജീവിക്കുന്ന മാർഗം ഒരു ഉറപ്പില്ല. അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. Allah